എല്ലാവർക്കും നമസ്കാരം. മൗനരാഗം സീരിയലിന്റെ ഇനി വരാനിരിക്കുന്ന ഒരു ഗംഭീരമായിട്ടുള്ള കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അങ്ങനെ നമ്മുടെ കിരണിത അവനൊരു അപകടം സംഭവിച്ച് ഇപ്പൊ ആശുപത്രിയിൽ ഇങ്ങനെ കിടക്കുകയാണല്ലോ. അപ്പം ഈ വിവരം മുരുകനും കൂട്ടരും നമ്മുടെ രാഹുലിനെ വിളിച്ചറിയിക്കുക. രാഹുൽ ആണെങ്കിൽ ഇത് കേൾക്കാൻ കാത്തിരിക്കുമായിരുന്നു. അതുകൊണ്ട് തന്നെ ആള് നല്ല സന്തോഷത്തില്, എടാ മുരുക, ദേ നീ എന്തായാലും എൻ്റെ ആഗ്രഹം പോലെ തന്നെ സാധിച്ചു തന്നല്ലോ സാറേ. അവന്റെ തലയ്ക്ക് അതുപോലെയുള്ള അടിയാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. എന്തായാലും അവൻ ഇനി തിരികെ വരുമെന്നുള്ള കാര്യത്തിൽ എനിക്ക് ഒരു ഉറപ്പുമില്ല സാറേ. അവൻ മരിച്ചിരിക്കും. ഇനി അവൻ മരിച്ചിട്ടില്ല എങ്കിൽ അവനെ ഞാൻ ആശുപത്രിയിൽ ചെന്ന് കൊലപ്പെടുത്തിയിരിക്കുമെന്ന് കൂടി ആ മുരുകൻ നമ്മുടെ രാഹുലിനോട് പറയുക. ഇത് കേട്ടതും രാഹുലിന് നല്ല സന്തോഷമായിട്ടോ. രാഹുലാണെങ്കിൽ നമ്മുടെ പ്രകാശിനോട് പറഞ്ഞു, എടാ പ്രകാശ, നമ്മൾ ആഗ്രഹിച്ചതുപോലെ തന്നെ കിരണിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി. എടാ രാഹുലെ, നീ പറയുന്നത് സത്യം തന്നെയാണോ? എനിക്കിത് വിശ്വസിക്കാവോ എന്ന് ചോദിച്ച് പ്രകാശൻ നമ്മുടെ രാഹുലിനോട് ചോദിച്ചതും, എടാ അതേടാ, എന്നെ ഇപ്പൊ വിളിച്ചത് അവനാ, ആ മുരുകൻ. ഞാൻ പറഞ്ഞതുപോലെ തന്നെ അവൻ കാര്യം സാധിച്ചെടുത്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ കിരൺ മരിച്ചോടാന്ന് ചോദിക്കുക പ്രകാശൻ. വിക്രവും നല്ല സന്തോഷത്തിൽ തന്നെ ഇരിക്കുക. എടാ, അവൻ മരണത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണെന്നാണ് മുരുകൻ പറഞ്ഞത്. എന്തായാലും അവന്റെ തലയ്ക്ക് നല്ല അടിയാ കൊടുത്തിരിക്കുന്നത്. ഗുരുതരമായി പരിക്കേറ്റിരിക്കുന്ന കിരണിനെ ആശുപത്രിയിൽ ആരോ എത്തിച്ചിട്ടുണ്ട്. പിന്നെ അവനെ സഹായിക്കാനും ആരൊക്കെയോ എത്തിയിരുന്നു എന്നുമാണ് മുരുകൻ സംസാരിച്ചത്. എന്തായാലും നമ്മൾ ആഗ്രഹിച്ച കാര്യം അത് സാധിച്ചില്ലേടാ. അതെങ്ങനെ സാധിച്ചു എന്ന് പറയാൻ പറ്റും? അവൻ മരിച്ചില്ലല്ലോ. അവൻ മരിച്ചെങ്കിലല്ലേ നമ്മൾ രണ്ടുപേരും ആഗ്രഹിച്ചതുപോലെ തന്നെ ദേ നിന്റെ പെങ്ങള് കരയുന്ന കാഴ്ച നിനക്കും കാണാൻ സാധിക്കൂ. എൻ്റെ മകളെന്ന് സ്ഥാപിച്ചു നടക്കുന്ന ആ വൃത്തികെട്ടവള്, ആ കല്യാണി കരയുന്ന കാഴ്ച എനിക്കും കാണാൻ പറ്റുള്ളൂ. എന്തായാലും ഇപ്പൊ അതൊന്നും നടന്നില്ലല്ലോ. നീ അതൊന്നും പറഞ്ഞ് ചുമ്മാ സമയം കളയല്ലേ. അവൻ ആശുപത്രി കിടക്കുകയാണ്. അത് ആലോചിച്ചിട്ട് തന്നെ എനിക്ക് നല്ല സന്തോഷമാവുന്നുണ്ട്. എന്തായാലും ഇന്നത്തെ ദിവസം ഇതൊന്ന് ആഘോഷമാക്കണം. കിരൺ ഇനി മരണപ്പെട്ടിട്ടില്ലെങ്കിൽ ദേ ഉറപ്പായിട്ടും എൻ്റെ ആ പയ്യൻ പോയിട്ട് അവൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമാക്കിക്കോളും. അതുകൊണ്ട് നീ അതൊന്നും ആലോചിച്ച് ടെൻഷൻ അടിക്കണ്ട. നമുക്കൊന്ന് കൂടാടാന്നൊക്കെ പറഞ്ഞ് പ്രകാശനും നമ്മുടെ രാഹുലും ഒക്കെ നല്ല സന്തോഷത്തിലിരിക്കുക. വിക്രമാണെങ്കിൽ അതിലും വലിയ സന്തോഷത്തിലാണ്. ഇനിയിപ്പം കിരൺ ആയിരുന്നല്ലോ എല്ലാവരുടെയും വലിയൊരു ശത്രു. കിരൺ പോയി കഴിഞ്ഞ പിന്നെ കല്യാണിയെ പുഷ്പം പോലെ ഒതുക്കാന്നൊക്കെയാ ആശാൻ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഇവിടെ ഈ കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ നമ്മുടെ ഗംഗാപ്രസാദ് ആശുപത്രിയിൽ നിന്നും പതുങ്ങി നമ്മുടെ കാർത്തികയെ കണ്ടപ്പോൾ നിന്ന് പതുങ്ങിയല്ലോ. അവൻ അവിടം വിട്ട് പുറത്തേക്ക് പോകുന്ന സമയത്ത് കാർത്തിക ഇതൊന്നും അറിയാതെ കിരണിന് അപകടം സംഭവിച്ചതറിഞ്ഞ് ആശുപത്രിയിലേക്ക് പാഞ്ഞെത്തിയിരിക്കുകയാണ്. അങ്ങനെ കാർത്തിക നമ്മുടെ കല്യാണിയുടെ അടുത്തേക്ക് ചെന്നു. കല്യാണിയാണ് നല്ല സങ്കടത്തിൽ തന്നെയാ. കല്യാണി ഓടി വന്ന് നമ്മുടെ കാർത്തികയെ കെട്ടിപ്പിടിച്ചു. ചേച്ചി, എൻ്റെ കിരണേട്ടന് അപകടം സംഭവിച്ചു. മോളെ, ഞാൻ പറഞ്ഞതല്ലേ നിന്നോട് ശ്രദ്ധിക്കണമെന്ന്. എന്നിട്ട് നീ എന്താ അത് ശ്രദ്ധിക്കാതിരുന്നേന്ന് കാർത്തിക ചോദിക്കുക. ചേച്ചി, എനിക്കറിയത്തില്ല. ഇതിനൊക്കെ പിന്നിൽ ആ ബഗാസുരനാകാനാ സാധ്യത. അയാളാണല്ലോ എൻ്റെ കിരണേട്ടനെ കൊല്ലാൻ വേണ്ടിയിട്ട് മുൻകൈ എടുത്ത് നടക്കുന്നത്. അയാളും അയാളുടെ മകളും പിന്നെ എൻ്റെ അച്ഛനെന്ന് പറയുന്ന ആ വൃത്തികെട്ടവനും കൂടി ചേർന്നായിരിക്കും ഇതൊക്കെ ചെയ്തിരിക്കുന്നതെന്ന് കല്യാണി അവിടെ വെച്ച് പറഞ്ഞതും കാർത്തികയാണെങ്കിൽ അതേ മോളെ, അവര് തന്നെ ആയിരിക്കും. അവർക്കൊക്കെ ആണല്ലോ നിന്നോടും എന്നോടും ഒക്കെ ഇത്രയും വൈരാഗ്യം ഉള്ളത്. എന്തായാലും എൻ്റെ കിരണേട്ടനൊന്നും സംഭവിക്കാതിരുന്നാൽ മതിയെന്ന് പറഞ്ഞ് നമ്മുടെ കല്യാണി നിലവിളിക്കുക. ഇത് കാണുമ്പോൾ കാർത്തികയ്ക്ക് നല്ല വിഷമമൊക്കെ ഉണ്ട്. കാർത്തിക അവളെ ആശ്വസിപ്പിച്ചുകൊണ്ട് നിൽക്കുമ്പം ഹരിയേട്ടനാണെങ്കിലോ ഡോക്ടറിൻ്റെ അടുത്തേക്ക് ചെല്ലുക. ഡോക്ടറെ, എന്തായി ഡോക്ടറെ? കിരൺ സാറിന് ഇപ്പം എങ്ങനെയുണ്ടെന്ന് ചോദിക്കുക. കിരണിൻ്റെ നില കുറച്ച് പ്രശ്നമാണ്. എന്തായാലും ഞങ്ങളുടെ മാക്സിമം ശ്രമിക്കുന്നുണ്ട്. ആൾക്ക് ഇതുവരെ ബോധം തെളിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇനി എന്താകും എങ്ങനെയാകുമെന്നൊക്കെ അതിന് ശേഷമേ പറയാൻ പറ്റുള്ളൂ എന്ന് ഡോക്ടറിൻ്റെ ആ ഒരു നിർദ്ദേശം നമ്മുടെ ഹരിയേട്ടൻ കേൾക്കുക. അങ്ങനെ ഹരിയേട്ടൻ ഈ കാര്യങ്ങൾ മുഴുവനും കല്യാണിയുടെ അടുത്ത് വന്ന് പറഞ്ഞു. മോളെ, കിരൺ സാറിന് ഇതുവരെ ബോധം തെളിഞ്ഞിട്ടില്ല. ഹരിയേട്ട, ഇനി ഞാൻ എന്താ ചെയ്യേണ്ടത്? എൻ്റെ കിരണേട്ടനെ എനിക്ക് തിരിച്ചു വേണമെന്നൊക്കെ പറഞ്ഞു കല്യാണി ഭയങ്കരമായിട്ട് കരഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ ഈ വിവരങ്ങളൊക്കെ അറിഞ്ഞുകൊണ്ട് സേനൻ ആശുപത്രിയിലേക്ക് പാഞ്ഞു വരിക. സേനന്റെ ഒപ്പം നമ്മുടെ രൂപയുണ്ട്. എന്താ മോളെ കല്യാണി, എൻ്റെ മോൻ എന്താ സംഭവിച്ചതെന്ന് ചോദിച്ച്
അവരോടി നമ്മുടെ കല്യാണിയുടെ അടുത്ത് വന്നതും അമ്മ എനിക്കറിയില്ല, വർക്കിംഗ് സൈറ്റിലേക്ക് പോയതാ കിരണേട്ടൻ. അവിടെ വെച്ച് ആരൊക്കെയോ ചേർന്ന് കിരണേട്ടനെ ആക്രമിച്ചതാ. എന്നിട്ട് മോനിപ്പോ എങ്ങനെയുണ്ട്? വിവരങ്ങൾ മുഴുവനും ചോദിക്കുമ്പം ഹരിയേട്ടനാണെങ്കിലും നമ്മുടെ സേനനെ തനിച്ചു വിളിച്ച് സേനനോട് സംസാരിക്കുക. സാറേ, കുറച്ച് പ്രശ്നമാണെന്നാ ഡോക്ടർ പറഞ്ഞത്. എടോ, എൻ്റെ മോൻ എന്താടോ പറ്റിയത്? സാറേ, ജെറി എന്ന് പറയുന്ന ഒരുത്തനാണ് ഇവിടെ കിരൺ സാറിനെ എത്തിച്ചത്. എന്തായാലും തക്ക സമയത്ത് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും കുറെ അധികം ബ്ലഡ് പോയിട്ടുണ്ട്. അതാ ഡോക്ടർമാർ പറയുന്നത്. അതുമല്ല, ആൾക്ക് ബോധവും തെളിഞ്ഞിട്ടില്ല. ഇനി എന്താ ചെയ്യേണ്ടതെന്നൊന്നും എനിക്കറിയില്ല എന്ന് പറഞ്ഞ് നമ്മുടെ സേനൻ അങ്ങ് കുഴഞ്ഞു നിൽക്കുക. ഈ സമയമാണെങ്കിൽ ദാ അവിടെ നമ്മുടെ സരയു ഈ വിവരങ്ങളൊക്കെ അറിഞ്ഞു. കിരണിന് അപകടം സംഭവിച്ചതും കിരൺ ഇപ്പം ദാ മരണത്തോട് മല്ലടിച്ചുകൊണ്ട് ആശുപത്രി കിടക്കുകയാണോ എന്നൊക്കെ അറിഞ്ഞുകൊണ്ട് സരയു ആണെങ്കിൽ വലിയ സന്തോഷത്തിലായി. മനുവിനെ വിളിക്കുക. മനുവേട്ട, ഒരു ഗുഡ് ന്യൂസ് ഉണ്ട്. ദേ മനുവേട്ട, നമ്മൾ ആഗ്രഹിച്ചല്ലോ കിരണിനെ തകർക്കണമെന്ന്. അതിനു വേണ്ടിയല്ലേ മനുവേട്ട ഞാനന്ന് ആ വിക്രത്തിനെ ഏർപ്പാടാക്കിയത്. ദേ ഇപ്പൊ ഞാൻ ആഗ്രഹിച്ചതുപോലെ തന്നെ അച്ഛന്റെ ഗുണ്ടകൾ അത് സാധിച്ചു തന്നിരിക്കുക. എന്തൊക്കെയാ മോളു നീ പറയുന്നതെന്ന് മനോഹർ ചോദിക്കുക. ഈ സമയമാണെങ്കിൽ സരയു പറഞ്ഞു, അതേ മനുവേട്ടാ, ഞാൻ ആഗ്രഹിച്ചതുപോലെ തന്നെ കിരൺ ഇപ്പൊ മരണത്തോട് മല്ലടിച്ചുകൊണ്ട് ആശുപത്രി കിടക്കുക. അങ്ങോട്ടാണോ ഇങ്ങോട്ടാണോ എന്നൊന്നും പറയാൻ പറ്റാത്ത അവസ്ഥയിൽ. എന്തായാലും അച്ഛനോട് ഇതിനൊരു നന്ദി പറഞ്ഞേ പറ്റുള്ളൂ. അച്ഛൻ ഏർപ്പാടാക്കിയ ഗുണ്ടയാ അവന്റെ തലക്കടിച്ചത്. എന്തായാലും എൻ്റെ കുറച്ച് പൈസ പോയെങ്കിലും ഇപ്പം ഞാൻ ആഗ്രഹിച്ച കാര്യം സാധിച്ചെടുത്തല്ലോ. ആ ഒരു സന്തോഷത്തിലാണ് ഞാനിപ്പോൾ ഒന്ന് പറഞ്ഞ് നമ്മുടെ മനോഹറിന്റെ അടുത്ത് ഈ സന്തോഷം മുഴുവനും പങ്കുവെക്കുക നമ്മുടെ സരയും. അങ്ങനെ സരയും ഇങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഈശ്വര, ഇനി അടുത്തത് ആരായിരിക്കുമെന്നുള്ള ആലോചനയിലാണ് നമ്മുടെ മനു അവിടെ നിൽക്കുന്നത്. അപ്പൊ പ്രകാശനും രാഹുലും കൂടിയാണെങ്കിലോ ദേ ഇപ്പം കിരണിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ആയില്ലേ. ഇനി എൻ്റെ പെങ്ങൾ അവിടെ നിന്ന് കരയുന്നത് എനിക്ക് കാണാനും സാധിക്കും. ഇനി എനിക്ക് ഒരേ ഒരു ആവശ്യമുള്ളൂ. ആ ആവശ്യം കൂടി ഞാൻ ആ മുരുകനെ പറഞ്ഞ് ധരിപ്പിച്ചിട്ടുണ്ട്. എന്താണ് രാഹുലെ, നിനക്കിനി എന്താ സാധിച്ചെടുക്കാനുള്ളത്? എടാ, എനിക്ക് സാധിച്ചെടുക്കാനുള്ളത് എൻ്റെ മോളുടെ കൂടെ ഒരുത്തൻ ഇത്തിക്കണ്ണിയായിട്ട് കയറി കൂടിയിട്ടുണ്ട്. നീ ആരുടെ കാര്യം പറയുന്നത്? നിന്റെ മരുമകന്റെ കാര്യോ? ആ അതെ അതെ, അവൻ തന്നെ. അവനെ നിങ്ങളാരും ഉദ്ദേശിക്കുന്ന ഒരാളൊന്നും അല്ല. ലോകം മുഴുവനും പെണ്ണ് കെട്ടി നടക്കുന്ന ഒരു വൃത്തികെട്ടവൻ അവൻ. ഇതൊക്കെ കേൾക്കുമ്പോ ശരിക്കും വായും പൊളിച്ചിരിക്കുക നമ്മുടെ പ്രകാശൻ. നീ എന്തൊക്കെയാണ് ഈ പറയുന്നത്? അതേ നീ, അവൻ ഒരുപാട് പെണ്ണുങ്ങളെ ചതിച്ച് നടക്കുന്ന ഒരുത്തനാ. ശരിക്കും പറഞ്ഞാല് നാട് മുഴുവനും സമ്പന്നം ചെയ്ത് നടക്കുന്ന ഒരുത്തൻ. അവനെ ഒതുക്കിയില്ലെങ്കിൽ പിന്നെ എൻ്റെ മോളുടെ ജീവിതം കോഞ്ഞാട്ടയാവില്ലേ? അതിനു വേണ്ടിയിട്ടുള്ള ആ ഒരു കൊട്ടേഷൻ കൂടി ഞാൻ ആ മുരുകനെ ഏൽപ്പിച്ചിട്ടുണ്ട്. അവനിപ്പോ പറഞ്ഞിരിക്കുന്നത് എന്താണെന്നോ, മനോഹർ എന്ന് പറയുന്ന ആ പെരുച്ചാഴിയുടെ മുഖത്ത് ആസിഡ് ഒഴിക്കുമെന്നാ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ വികൃതമായിട്ടുള്ള ആ മുഖവുമായിട്ട് അവൻ എവിടെയൊക്കെ ചെന്ന പെണ്ണ ആലോചിക്കുമെന്ന് എനിക്കൊന്ന് കാണണം. അതെനിക്ക് കാണുക തന്നെ വേണമെന്ന് പറഞ്ഞ് രാഹുല് നിന്ന് അട്ടഹസിക്കുക. അങ്ങനെ ഇവിടെ ഈ സന്തോഷവും കാര്യങ്ങളും ഒക്കെ പങ്കുവെക്കുമ്പം ദാ നമ്മുടെ രൂപയും സേനനും ഒക്കെ തൻ്റെ മകന് പറ്റിയ അപകടത്തെക്കുറിച്ച് ആലോചിച്ചുകൊണ്ട് വിഷമിച്ചുകൊണ്ടിരിക്കുക. ഇവിടെ ഈ കാര്യങ്ങളൊക്കെ നടക്കുമ്പം നമ്മുടെ കാർത്തികയെ കൊല്ലാൻ വേണ്ടിയിട്ട് അങ്ങനെ പുതിയ പദ്ധതികളൊക്കെ ആയിട്ട് നമ്മുടെ ഗംഗാപ്രസാദ് എത്തിയിരിക്കുവാണല്ലോ. അപ്പൊ ഇനി അടുത്ത വിശേഷങ്ങളൊക്കെ ആയിട്ട് വരാം. അതുവരെ എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ഓക്കെ, ഗുഡ് നൈറ്റ്.